ഹായ് ഫ്രണ്ട്സ്, വല്ലതാണ് ഇന്ന് നമ്മൾ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞ വണ്ടി ഒരു 500cc 500cc കാർബറേറ്റർ ടൈപ്പ് വണ്ടിയാണ് BS3 വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വന്നപ്പോൾ നല്ല ഒരു മോശം കണ്ടീഷനായിരുന്നു. മോശം കണ്ടീഷൻ പറഞ്ഞാൽ ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലുള്ള വണ്ടിയായിരുന്നു. നല്ല മിസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ചുകൂടെ എത്തിച്ച വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കസ്റ്റമറിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞാണ്. പിന്നെ അതിൻ്റെ ശേഷം ഇത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തു കേട്ടോ. നമ്മളിതിൽ മാറ്റം വരുത്തിയേക്കുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്കറിയാം പാർട്സുകൾ എത്രത്തോളം മാറ്റുന്നതിനനുസരിച്ചാണ് നമുക്ക് റീസ്റ്റോറേഷൻ കോസ്റ്റ് വരാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ മാറ്റിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഫ്രണ്ടിലെ മഡ് ഗാർഡ് മാറ്റിയതാണ്, ഫ്രണ്ടിലെ വീൽ റിമ്മ് മാറ്റിയതാണ്, അതുമാതിരി ഫ്രണ്ട് ടയർ, പിന്നെ പുറകിലെ വീലിൻ്റെ ഹബ്ബ് മാറ്റിയാണ്, ബെയറിംഗ് സീറ്റിംഗ് പോയതാണ്. ഒറിജിനൽ ഹബ്ബ് വരുമ്പോൾ അല്ലാതെ ഒറിജിനൽ ഹബ്ബ് വാങ്ങിക്കുമ്പോൾ അതിന് ബെയറിംഗ് ചെറിയ പ്ലെയറിലായിട്ട് കാണുന്നുണ്ട്. അപ്പം ഒറിജിനൽ ഹബ്ബ് വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക കേട്ടോ. ആ ഒരു മാനുഫാക്ചറിങ് ആ ചെറിയ ഡിഫക്റ്റ് ആയിട്ട് തന്നെ കാണുന്നു. ഒരുവിധം വന്ന എല്ലാ ഹബ്ബുകളും ബെയറിംഗ് ഒരു ഭാഗത്ത് ഫ്രീ ആയിട്ടാണ് കയറുന്നത്. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് സാധനം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക, എനിക്ക് പറയാനുള്ളത്. പിന്നെ ടൂൾ ബോക്സ് 2 മാറ്റാൻ പറഞ്ഞ ശേഷം ഒന്ന് പെയിന്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ടൂൾ ബോക്സ് ആണ് മാറ്റിയിട്ടുള്ളത്. പിന്നെ ബാറ്ററി കവർ മാറ്റിയിട്ടുണ്ട്, വയറിംഗ് കിറ്റ് അസംബ്ലി കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്, TC യൂണിറ്റ് മാറ്റിയിട്ടുണ്ട്. കാരണം TC യൂണിറ്റ് തന്നെ BS4 350cc TC യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് ശരിയാണ്, ശ്രദ്ധിക്കുക. 500cc അപ്പോൾ മെറൂൺ കളറിലെ TC യൂണിറ്റ് ആണ് വരിക. ആ TC യൂണിറ്റ് നമ്മൾ മറ്റേ വാങ്ങിച്ചു വെച്ചാൽ വണ്ടി ഓടാത്ത പ്രശ്നങ്ങൾ കറക്റ്റ് പെർഫോമൻസ് കിട്ടില്ല കേട്ടോ. ആ സ്പാർക്കിൻ്റെ ആ ഒരു ഇതിന് നല്ല മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും 500cc വണ്ടികൾക്ക് TC യൂണിറ്റ് മെറൂൺ കളറിലെ TC യൂണിറ്റ് തന്നെ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ സൈലൻസറിൻ്റെ ബെൻഡ് മാറ്റിയിട്ടുണ്ട്. സൈലൻസറിൻ്റെ ബെൻഡ്, അതുമാതിരി സൈലൻസർ നമ്മൾ കുറച്ച് ശബ്ദമുള്ള സൈലൻസർ പാടെന്ന് പറഞ്ഞപ്പോൾ ഗ്ലാസ് ഹോൾ ടൈപ്പ് സൈലൻസറാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. പിന്നെ സൈലൻസർ ഗാർഡ്, സൈലൻസറിൻ്റെ കവറ്, ബെൻഡിൻ്റെ ഷീൽഡ് ഗാർഡ്, ഇതൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ബ്രാക്കറ്റ്, 4 ഇൻഡിക്കേറ്റേഴ്സ്, ഷോക്ക് അബ്സർ രണ്ടും ഒന്ന് പോയിട്ടുണ്ട്, ഒന്ന് വീക്കായിരുന്നു. 2 ഷോക്ക് അബ്സർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് തയ്ച്ച് പണിത് വന്നപ്പം ഒരു പുതിയൊരു അംഗത്തിന് തയ്യാറായി എന്ന് പറയാം 500cc വണ്ടി. 500cc വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾ, നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾ ആ വണ്ടി ഒഴിവാക്കിയിട്ട് വേറെ വണ്ടിയിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 350cc വണ്ടിയിലെ മുകളിൽ കയറി ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു പവർ ഡെലിവറി വേണ്ടത്ര ഒരു എഫക്റ്റ് തോന്നാത്തത് കൊണ്ട് തന്നെ 500cc ഉപയോഗിക്കുന്ന ആളുകൾ 500cc ഉപയോഗിക്കുള്ളൂ. അപ്പം മൈലേജ് എന്നുള്ളത് ചെറിയ രീതിയിലൊരു മാറ്റം വരുമെങ്കിലും കൂടെ ഇതിൻ്റെ യൂസ് ചെയ്യാനുള്ള ഒരു കംഫർട്ട് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ടോട്ടൽ വന്നേക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 98,000, അതായത് 98 1 ലക്ഷം രൂപ തന്നെ, 1 ലക്ഷം രൂപ തന്നെ ചിലവാക്കിയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഒരു UCയിൽ വരുന്ന 500cc 1 ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ വണ്ടീൻ്റെ പ്രീവിയസ് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പുത്തൻ വണ്ടിയായി മാറിയിട്ടുണ്ട്. ഒരു അടുത്ത ഇത്രയും തന്നെ ഒരു കാലയളവിൽ വണ്ടി ഓടിക്കാൻ പറ്റിയ രീതിയിൽ എഞ്ചിനൊക്കെ നല്ല ഫിറ്റ് എഞ്ചിൻ ആകണം. നമ്മളെപ്പോഴും ഒരു ഹൈ സ്പീഡിൽ യൂസ് ചെയ്യുന്ന വണ്ടികൾ മാത്രമേ എഞ്ചിൻ വീക്ക് ആവാറുള്ളൂ. ഒരു മിഡിൽ റേഞ്ചിൽ ഒരു ഹൈ സ്പീഡൊന്നും എടുക്കാതെ ഓടിക്കുന്ന വണ്ടികൾ നല്ല രീതിയിൽ എഞ്ചിൻ നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഇപ്പോഴും നിലവിലെ എഞ്ചിൻ പുത്തൻ എഞ്ചിനുമായി തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുണ്ട്. അപ്പം 1 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് പണിതൊരു വണ്ടിയാണിത്. പിന്നെ J സീരീസിൻ്റെ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഈ സ്റ്റിക്കറാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 500ൻ്റെ സ്റ്റിക്കർ തന്നെയാണ് ഒരെണ്ണം വെച്ചിട്ടില്ല. ഒരു സൈഡ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ചെയ്യാണ്ട് ചെറിയൊരു കളർ ചേഞ്ച് വരുത്തിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതേമാതിരി ഗോൾഡൻ കളർ ചേഞ്ച് അതിൻ്റെ മുകളിൽ കോമ്പിനേഷൻ ആകാൻ വേണ്ടി 500cc കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കാം. ഇവിടെ കാണിച്ചിട്ട് ചെറിയൊരു ഗോൾഡ് ഇതിലേക്ക് ചെയ്തിട്ടാണ് കോമ്പിനേഷൻ ടാങ്ക് വരെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ മറ്റോ ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ചെയ്തിട്ട് ഒട്ടിക്കാനുണ്ട്. പിന്നെ സീറ്റൊക്കെ കവർ ചെയ്താണ്. സീറ്റ് പഴയ സീറ്റ് തന്നെ ആയിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ ഒരു സാധനം 500 വരുന്ന സമയത്ത് ഫാസ്റ്റ് പാർട്സുകളൊക്കെ എഞ്ചിൻ പാർട്സ് അല്ലാതെ എല്ലാ പാർട്സുകളും ഏകദേശം ഒരേ സെയിം റേഞ്ച് തന്നെ, വേറെ മാറ്റമല്ല. പക്ഷേ ഇതിൽ ഒരുവിധം പാർട്സുകളൊക്കെ മാറ്റുന്നതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇത്ര റേഞ്ചിൽ ഈ ഒരു വണ്ടി വന്നു കേട്ടോ. എന്നാലും വണ്ടി കാഴ്ചക്ക് ഒരു പുത്തൻ വണ്ടി തന്നെയാണ്. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 500cc തന്നെ രണ്ടാമത്തെ വണ്ടിയാണ്. ക്ലാസിക് ഡിസേർട്ട് സ്റ്റോമിൽ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ അടുത്ത് കുറച്ചായി വണ്ടി വന്നിട്ട് കേട്ടോ. കാരണം കസ്റ്റമർ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് മാസങ്ങളവിടെ കടന്നു. ഈ ലിഫ്റ്റിലായിട്ട് തന്നെ എനിക്കൊന്ന് 2-3 മാസത്തോളം കടന്നു വണ്ടി. പിന്നെ വേണ്ടത്ര പാർട്സ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇപ്പം ഫൈനൽ ചെയ്തു. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയായിരുന്നു. കാർബറേറ്ററിലേക്ക് വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് നല്ല മിസ്സിങ് കാര്യങ്ങൾ പെർഫോമൻസ് ഒന്നുമില്ലാത്ത രീതിയിൽ വന്ന വണ്ടിയാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു എനിക്ക് FI തന്നെ മതി എന്നുള്ളത്. അങ്ങനെ ത്രോട്ടിൽ ബോഡി
കംപ്ലീറ്റ് നമുക്ക് ചോയ്സ് ചെയ്യേണ്ടി വന്നു. അതുമാതിരി തന്നെ ഫ്യൂൽ പമ്പ് കംപ്ലീറ്റ് ചോയ്സ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വിലയൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനും അത്യാവശ്യം പ്രൈസ് ആയിട്ടുണ്ട് ഈ വണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അലോയ് വീൽസ് ആണ്. പിന്നെ തണ്ടർബേർഡ് എക്സിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതൊരു എക്സ്റ്റെൻഡ് ചെയ്തു. തണ്ടർബേർഡ് എക്സിൻ്റെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അല്ല ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സൈലൻസറിൻ്റെ ബെൻഡും സൈലൻസറും കംപ്ലീറ്റ് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഷാസിയോ ചെറിയൊരു ബെൻഡൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക്, അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 85,000 റേഞ്ചാണ് കറക്റ്റ്. ആ റേഞ്ചാണ് ഈ വണ്ടിക്ക് റിസർവേഷൻ വന്നത്. 85,000 രൂപേൻ്റെ ചിലവ് വന്നിട്ടുണ്ട്. അതിനും കാരണം ഇത് തന്നെയാണ്. നമുക്ക് പിന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്സുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട് 500cc തന്നെ അതുകൊണ്ട് തന്നെ. പിന്നെ സ്റ്റിക്കർ ഡിസൈഡ് സോമിൻ്റെ ഒറിജിനൽ സ്റ്റിക്കർ അല്ല, ഇത് നമ്മൾ റോയൽ എൻഫീൽഡ് ഇലക്ട്ര ടൈപ്പ് സ്റ്റിക്കറാണ്. പിന്നെ 500cc ഈ ഒരു സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് സ്റ്റാൻഡേർഡ് 350 അല്ല 500 സ്റ്റിക്കറാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ക്ലാസിക്കിൻ്റെ ഒറിജിനൽ സ്റ്റിക്കർ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഇത് 500 വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഈ വണ്ടി എന്ന് പറഞ്ഞപ്പം ഒരു പഴയ വണ്ടിൻ്റെ രീതിയിൽ നടക്കുമ്പോഴാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ആ ഒരു കുറച്ചും കൂടെ ഒരു പ്ലസ് പോയിന്റ്, ആ ഒരു അട്രാക്ഷൻ കിട്ടുക. വേറെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തുവാ ഒരു പഴയ ഒരു ലുക്ക്, നമ്മൾ പഴയ റെട്രോ സ്റ്റൈലുണ്ടല്ലോ വണ്ടി ഇറങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു അതേമാതിരി ഇറക്കുമ്പോഴാണ്, പുത്തനെ ഇറക്കുമ്പോഴാണ് അതിന് ശരിക്കും ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാവുക കേട്ടോ. ആളുകൾ ശ്രദ്ധിക്കപ്പെടില്ല, അതാണ്. അപ്പോൾ അലോയ് വീൽസ് ഒക്കെ ആദ്യമുള്ള വണ്ടി, അലോയ് വീൽസ് ആദ്യം ഉള്ളത് തന്നെയാണ്. അലോയ് വീൽസ് നമ്മൾ ആഡ് ചെയ്തതല്ല, കമ്പനി അല്ല, ഇവർ കൊണ്ടുവന്ന സമയത്ത് തന്നെ അലോയ് വീൽ ഇട്ടതാണ്. വർഷങ്ങളോളം എനിക്ക് തോന്നുന്നു കുറേയൊക്കെ മൂലയിലിട്ട വണ്ടിയാണ്, ഓടിക്കാതെ മൂലയിലിട്ട വണ്ടിയാണ്. അപ്പം എന്തോ ഒരു 500cc 2 പുലിക്കുട്ടന്മാരാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇതിൽ പിന്നെ അത് കാർബറേറ്റർ ടൈപ്പ് വണ്ടിയാണ്, ഇത് FI വണ്ടിയാണ്. അപ്പോൾ FI വണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. FI കാർബറേറ്റർ കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും അല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ, ഫ്യൂൽ പമ്പിൻ്റെ പ്രശ്നങ്ങൾ, ഇഞ്ചക്ടറിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ് സാറിന് ഈ ഒരു ഇതിലേക്ക് എല്ലാവരും കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് എന്തായാലും, പെർഫോമൻസ് എന്നുള്ളതല്ല, അതിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. ഇപ്പോൾ കാർബറേറ്ററും FIയും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ കറക്റ്റായിട്ട് ടൈമിങ്ങിൽ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കറക്റ്റായിട്ടുള്ള സ്മൂത്ത് റൈഡിങ് ഈ ഒരു വണ്ടിക്ക് കിട്ടും. കാർബറേറ്റർ വണ്ടിക്ക് അങ്ങനെയല്ല കേട്ടോ. കാർബറേറ്റർ വണ്ടിക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടൂല. എന്നാലും BS4 വന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡേർഡും നമ്മൾ FIയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ FI വണ്ടി ഓടിക്കുന്നവർക്ക് അറിയേണ്ട മാറ്റം എന്നുള്ള അവർക്ക്, അഥവാ നിങ്ങൾ FIയിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ കഴിയുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ആണ്, ടോട്ടൽ ബോഡി, ECM, ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വാങ്ങിച്ച് ചോയ്സ് ചെയ്തിട്ട് മാറ്റിനോടത്ത് വാങ്ങിച്ചിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ നല്ലൊരു സംഖ്യ ചിലവാക്കേണ്ടി വരും. കാർബറേറ്ററിൻ്റെ മാറ്റുന്ന മാതിരിയല്ല തിരിച്ച് അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഉണ്ടാവും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു അശ്രദ്ധയായിട്ട് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ഇട്ട് പോരും, അല്ലെങ്കിൽ ഇനി വണ്ടി ഓക്കെ ആയല്ലോ ഇനിയിപ്പോൾ അതവിടെ കടന്നായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് ചിലവുകൾ ഉണ്ടാവുക. അതുകൊണ്ട് ആ കാര്യമെല്ലാം ശ്രദ്ധിക്കുക. കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത വണ്ടി മാക്സിമം ECM, ത്രോട്ടിൽ ബോഡി, പിന്നെ വയറിംഗ് കിറ്റ്, ഈ കാര്യങ്ങളൊക്കെ എന്തായാലും. അതേമാതിരി ഫ്യൂൽ പമ്പ് മോട്ടോർ കംപ്ലൈൻ്റ് ആയാലും കൂടി ഫ്യൂൽ പമ്പ് കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ട് സൂക്ഷിക്കുക കേട്ടോ. കാരണം അത് നിങ്ങൾ എന്തായാലും ഭാവിയിലേക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും വലിയൊരു സംഖ്യ ചിലവ് വരുന്നതാണ്. ഈ ഒരു വണ്ടിക്കും ആ ഒരു ഇതിൽ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 85,000 ഇതിനും 1,00,000 രൂപ അതിനാണ് നമുക്ക് വന്നേക്കുന്ന വണ്ടിക്ക്. എന്തായാലും പുതിയ വണ്ടി എടുക്കുന്നേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതാണ് തോന്നിയിട്ടായിരിക്കാം. കാരണം ആ ഒരു പഴയ വണ്ടീൻ്റെ ബുള്ളറ്റിൻ്റെ ആ ഒരു പഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും UC വണ്ടികൾ, CI വണ്ടി കഴിഞ്ഞാൽ UC വണ്ടി തന്നെയാണ്. ഇപ്പോഴുള്ള വണ്ടികളെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ന്യൂ ജനറേഷന് പറ്റുള്ളൊരു വണ്ടിയാണ്, വൈബ്രേഷൻ ഫ്രീ വണ്ടിയാണ്, അത് അവർക്ക് പറ്റും. പക്ഷേ ബുള്ളറ്റ് ഓടിച്ച് പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ മുമ്പേ ഒരു ബുള്ളറ്റിൻ്റെ മാത്രം ഫോളോ ചെയ്ത് വരുന്ന ആളുകൾക്ക് അതിലേക്ക് ഓടുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടികൾ പറ്റും ആളുകൾ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുകൊടുക്കാനുള്ള കാരണം. പുത്തൻ വണ്ടി ആയും വേണം, ആ ഒരു പഴയ ബുള്ളറ്റിൻ്റെ ഒരു ഫീല് കിട്ടിയും വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ പൈസ മുടക്കിയിട്ട് ഇത്രയും പൈസ ഒക്കെ മുടക്കിയിട്ട് വണ്ടി രജിസ്റ്റർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതാണ് ഈ 2 വണ്ടിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതിന് 1,00,000 ചിലവായിരുന്നു, 87,000 രൂപ ചിലവായിട്ടുണ്ട്. രണ്ടിനും റിസർവേഷൻ പൈസ പറഞ്ഞാൽ പെയിൻറ്റിങ് സെറ്റിംഗ് പൈസ അല്ല. നമ്മൾ ഏതൊരു വണ്ടിയാണെങ്കിലും ഏതൊക്കെ കംപ്ലയിൻസ്, ഏതൊക്കെ പാർട്സ് അതിന് മാറ്റണം എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് പൈസ ഹൈ ആയിട്ട് പോകുന്നത്. ഇതൊക്കെ മാക്സിമം 500 മാക്സിമം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നമുക്ക് FI കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് വന്ന മാറ്റങ്ങളാണ്. പിന്നെ ഹെഡ്ലൈറ്റിനൊക്കെ അറിയാം 6,400 രൂപ വില വരുന്നത്. ഈ ഹെഡ്ലൈറ്റിന് 6,700 രൂപ 7 സംതിങ് വരെ ഈ സാധനം അസംബിൾ ചെയ്തെടുക്കുമ്പോഴേക്ക്. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പ്രൈസ് കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഈ 2 വീഡിയോയുടെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇത്രയും ഈ കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും പിന്നെ 500 എന്നുള്ള വണ്ടി കാർബറേറ്ററിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അതൊന്നും ചെയ്യാതിരിക്കുകയാണ് മാക്സിമം. അതിൻ്റെ തന്നെ ആ ഒരു ഇഞ്ചക്ടറാണ് പോയ ഇഞ്ചക്ടർ നോക്കുക, ഫ്യൂൽ പമ്പാണ് പോയ ഫ്യൂൽ പമ്പ് നോക്കിയിട്ട് അത് ക്ലീൻ ചെയ്ത്
കറക്റ്റ് ലെവലിൽ ഫ്യൂവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിടുന്ന 2-3 ലിറ്ററോളം ഫ്യൂവൽ അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിടുന്ന ഒരു വിഷയം ഉണ്ടാവില്ല. വണ്ടി നല്ല ഓടിക്കോളും. എപ്പോഴും FI വണ്ടികൾ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂവൽ ലെവൽ കുറഞ്ഞ് വണ്ടി ഓടുമ്പോൾ ഫ്യൂവലിൻ്റെ മോട്ടർ ഓവർ ഹീറ്റ് ആയിട്ടാണ് ഫ്യൂവൽ പമ്പ് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യമെല്ലാം ശ്രദ്ധിക്കാം. അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.